ഫ്രണ്ട്സ്, വെൽക്കം ടു റീനാസ് ട്രാവൽ സ്റ്റോറി. ഞങ്ങളിത് പൂനെയിൽ ഉള്ളപ്പോൾ വിസിറ്റ് ചെയ്ത ഒരു പിക്നിക് സ്പോട്ടാണ്. ഇത് മോറാച്ചി ചിഞ്ചോളി എന്ന പേരുള്ള ഒരു വൺ ഡേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. വില്ലേജ് ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലാണ് അവരിത് ചെയ്തേക്കുന്നത്. പൂനെയിൽ നിന്നും ഷിരൂർ പോകുന്ന വഴിയിൽ ശിക്രാപൂർ എന്ന സ്ഥലത്തിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ചിഞ്ചോളി എന്ന വില്ലേജിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഹൈവേയിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് വില്ലേജിന്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റ് പോലൊരു സ്ഥലം ഞങ്ങൾ കണ്ടു. ഇതുവഴി പോകുന്ന സമയത്ത് ഒരു പീകോക്ക് പറന്നു പോകുന്നത് കണ്ടു. വണ്ടി നിർത്തി കാണാൻ ഇറങ്ങിയപ്പോഴേക്കും പീകോക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് പുറകെ പോയി, പക്ഷേ കാണാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അവിടെ വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങൾ കുറച്ച് പുളി പെറുക്കി ഞങ്ങൾ മോറാച്ചി ചിഞ്ചോളിയിലേക്ക് കണ്ടിന്യൂ ചെയ്തു. മോറാച്ചി ചിഞ്ചോളി എന്ന് പറയാൻ കാരണം ഈ വില്ലേജിൽ ഒത്തിരി പീകോക്കിനെ കാണാൻ സാധിക്കും. മോറാച്ചി എന്ന് പറഞ്ഞാൽ പീകോക്ക് ആണെന്ന് ഇതിന്റെ മീനിങ്. ചിഞ്ചോളി പറഞ്ഞാൽ ഈ വില്ലേജിന്റെ സ്ഥലപ്പേരാണ്. അവിടെ സ്റ്റാർട്ടിംഗ് ടൈം 9:30 ആണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുവാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞങ്ങൾ അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക് എല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ ആദ്യം അവിടെ ഒരു റൗണ്ട് എല്ലാം കാണുവാൻ ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെ ആദ്യം കാണുവാൻ കഴിഞ്ഞത് കുറച്ച് ആനിമൽസിനെയാണ്. അതിൽ കുറച്ച് ഹോഴ്സ്, ക്യാമൽ, ഗോട്ട്, റാബിറ്റ്, ഡക്ക് എല്ലാം കാണാനുണ്ടായിരുന്നു. വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഹോഴ്സ് റൈഡിംഗ്, ക്യാമൽ റൈഡിംഗ്, ഓക്സ് റൈഡിംഗ്, അങ്ങനെ എല്ലാ റൈഡുകളും ആ ഒരു ഗ്രൗണ്ടിലാണ് നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ ഓക്സ് റൈഡിംഗ് ആണ് ചെയ്തത്. ഞങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി.
സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാജിക് ഷോ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ലഞ്ചിന് പോയി. ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടി ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങുമ്പോഴാണ് റോപ്പിൽ കൂടി സൈക്കിളിൽ പോകുന്നത് ആക്ടിവിറ്റി ഉള്ളത്. ആകുമ്പോഴാണ് റെയിൻ ഡാൻസ് സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിന് പോയില്ല. പക്ഷെ മക്കള് പോയി. അവരുടെ എക്സ്ട്രാ സെറ്റ് ഡ്രസ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ഞങ്ങൾ പീകോക്കിനെ കാണാനുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മുൻപുള്ള കൃഷി സ്ഥലത്ത് പീകോക്കുകൾ വരാൻ തുടങ്ങി. എല്ലാ ദിവസവും അവർ പീകോക്കുകൾക്ക് ഫുഡ് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടൈമിൽ പീകോക്കുകൾ അവിടെ വരും. ഞങ്ങൾ കുറച്ചു സമയം പീകോക്കുകളെ കണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ടൈമായി. തിരിച്ചു പോകുന്നതിന് മുമ്പേ അവിടുത്തെ ട്രഡീഷണൽ സ്നാക്കായ ഹുർഡ പാട്ടി ഉണ്ടായിരുന്നു. ഹുർഡ പാട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ സ്നാക്സ് ആയിട്ട് തരുന്നതാണ് ഹുർഡ പാട്ടി. ഞങ്ങൾ ടീ, സ്വീറ്റ് കോൺ എല്ലാം കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി.